ഹായ്, എല്ലാവർക്കും മീനു മോഹൻ PSC ടിപ്സിലേക്ക് സ്വാഗതം. നമ്മൾ INC-യുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് ഒന്നുകൂടി സ്വാഗതം. വന്ദേ മാതരം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം 1896 കൊൽക്കത്ത സമ്മേളനം. വന്ദേ മാതരം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം 1896 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ 1896 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിലാണ്. നമ്മുടെ ദേശീയ ഗീതം ഏതാണ്? വന്ദേ മാതരം. ഇന്ത്യയുടെ ദേശീയ ഗീതം വന്ദേ മാതരം. ജനഗണമന ആദ്യമായി ആലപിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം 1911 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനം. 1911 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിലാണ് ജനഗണമന ആദ്യമായി ആലപിച്ചത്. വന്ദേ മാതരം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനത്തിലെ അധ്യക്ഷൻ ആരായിരുന്നു? റഹമത്തുള്ള സയാനി. വന്ദേമാതരം ആലപിച്ച കൊൽക്കത്ത സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നു റഹമത്തുള്ള സയാനി. ജനഗണമന ആദ്യമായി ആലപിച്ച കൊൽക്കത്ത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? BN ദർ ആണ്. BN ദർ. ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ലാഹോർ സമ്മേളനം 1929 ഡിസംബർ 31. 1929 ഡിസംബർ 31. ത്രിവർണ പതാക ആദ്യമായി കോൺഗ്രസ് സമ്മേളനത്തിൽ ഉയർത്തിയത് നെഹ്റു. പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? 1929 ലാഹോർ സമ്മേളനം. പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനമാണ് 1929 ലാഹോർ സമ്മേളനം. 1929 ലാഹോർ സമ്മേളനം. അടുത്തടുത്ത സമ്മേളനങ്ങളിൽ INC പ്രസിഡന്റായ അച്ഛനും മകനും ആരാണ്? മോത്തിലാൽ നെഹ്റു, ജവഹർലാൽ നെഹ്റു. അടുത്തടുത്ത സമ്മേളനങ്ങളിൽ INC-യുടെ പ്രസിഡന്റായിട്ടുള്ള അച്ഛനും മകനുമാണ് മോത്തിലാൽ നെഹ്റു. മോത്തിലാൽ നെഹ്റു എന്നാണ് 1928 അതിനുശേഷം ജവഹർലാൽ നെഹ്റു 1929 അച്ഛനും മകനും അടുത്തടുത്തായിട്ടുള്ള സമ്മേളനങ്ങൾ പങ്കെടുത്തു. ഏറ്റവും കൂടിയ പ്രായത്തിൽ കോൺഗ്രസ് പ്രസിഡന്റായത് ദാദാഭായ് നെഹ്റോജി. ഏറ്റവും ഉയർന്ന പ്രായത്തിൽ കോൺഗ്രസ് പ്രസിഡന്റായത് ദാദാഭായ് നെഹ്റോജി. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ കോൺഗ്രസ് പ്രസിഡന്റായത് ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ്. ഏറ്റവും കുറഞ്ഞ പ്രായമുള്ള INC പ്രസിഡന്റായിരുന്നു മൗലാന അബ്ദുൽ കലാം ആസാദ്. ഹിന്ദി INC-യുടെ ഔദ്യോഗിക ഭാഷയായി തിരഞ്ഞെടുക്കപ്പെട്ട സമ്മേളനം. ഹിന്ദി ഭാഷ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക ഭാഷയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് സമ്മേളനത്തിൽ വെച്ചാണ്? 1925 കാൺപൂർ സമ്മേളനം. 1925 കാൺപൂർ സമ്മേളനം. 1925 കാൺപൂർ സമ്മേളനത്തിൽ ഹിന്ദി INC-യുടെ ഔദ്യോഗിക ഭാഷയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. സൈമൺ കമ്മീഷനെ തള്ളിക്കളയാൻ ആഹ്വാനം ചെയ്ത കോൺഗ്രസ് സമ്മേളനം. ഏതാണ്? മദ്രാസ് കോൺഗ്രസ് സമ്മേളനം. 1927 മദ്രാസ് കോൺഗ്രസ് സമ്മേളനം. 1927 മദ്രാസ് കോൺഗ്രസ് സമ്മേളനം. മൗലിക അവകാശങ്ങളെപ്പറ്റി ഒരു പ്രമേയം കോൺഗ്രസ് പാസാക്കിയത് 1931 കറാച്ചി സമ്മേളനം. മൗലിക അവകാശങ്ങളെപ്പറ്റി ഒരു പ്രമേയം പാസാക്കിയത്, മൗലിക അവകാശങ്ങളെക്കുറിച്ചുള്ള പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? 1931 കറാച്ചി സമ്മേളനം. ബ്രിട്ടീഷ് ഗവൺമെൻറ് നിരോധിച്ച കോൺഗ്രസ് സമ്മേളനങ്ങൾ ഏതെല്ലാമാണ്? ന്യൂഡൽഹി സമ്മേളനം, കൽക്കത്ത സമ്മേളനം. ബ്രിട്ടീഷ് ഗവൺമെൻറ് നിരോധിച്ച കോൺഗ്രസ് സമ്മേളനങ്ങളാണ്. ന്യൂഡൽഹി സമ്മേളനം എന്നാണ് 1932 കൽക്കട്ട സമ്മേളനം 1933 ആണ്. 1938 നിരോധിച്ചു. അതായത് ബ്രിട്ടീഷ് ഗവൺമെൻറ് നിരോധിച്ച കോൺഗ്രസ് സമ്മേളനങ്ങൾ 2 എണ്ണമാണ്. ഡൽഹി കോൺഗ്രസ് സമ്മേളനവും കൽക്കത്ത കോൺഗ്രസ് സമ്മേളനവും. ഡൽഹി സമ്മേളനം 1932 കൽക്കത്ത സമ്മേളനം 1933. ഗാന്ധിജി കോൺഗ്രസിൽ നിന്നും വിട്ടുപോയ വർഷം. ഗാന്ധിജി കോൺഗ്രസിൽ നിന്നും വിട്ടുപോയത് എന്നാണ്? 1934. 1934 ഗാന്ധിജി കോൺഗ്രസ് സമ്മേളനത്തിൽ നിന്നും വിട്ടുപോയി. 1934 ഗാന്ധിജി കോൺഗ്രസ് സമ്മേളനത്തിൽ വിട്ടുപോയി. ഗ്രാമത്തിൽ വെച്ച് നടന്ന ഏക കോൺഗ്രസ് സമ്മേളനം 1937 ഫൈസ്പൂർ സമ്മേളനം. ഗ്രാമത്തിൽ വെച്ച് നടന്ന ഏക കോൺഗ്രസ് സമ്മേളനം ഏതാണ്? 1937 ഫൈസ്പൂർ സമ്മേളനം.
ആദ്യമായി തിരഞ്ഞെടുപ്പ് നടന്ന കോൺഗ്രസ് സമ്മേളനം ഏതാണ്? 52ാമത്തെ സമ്മേളനം 1937 ത്രിപുര. അതായത് ആദ്യമായിട്ട് തിരഞ്ഞെടുപ്പ് നടന്ന INC സമ്മേളനമാണ് 52ാമത്തെ കോൺഗ്രസ് സമ്മേളനം 1939 ത്രിപുര സമ്മേളനത്തിലാണ് ആദ്യമായിട്ട് തിരഞ്ഞെടുപ്പ് നടന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റാണ് സുഭാഷ് ചന്ദ്രബോസ്. 1939 ത്രിപുര സമ്മേളനം. 1939 ത്രിപുര സമ്മേളനം. 1939 ത്രിപുര സമ്മേളനം. സ്വാതന്ത്ര്യത്തിന് മുമ്പ് തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം അധ്യക്ഷത പദം വഹിച്ചതാര്? മൗലാന അബ്ദുൽ കലാം ആസാദ്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം അധ്യക്ഷ പദം വഹിച്ചതാരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ്. എന്നു മുതൽ എന്ന് വരെയാണ്? 1940 മുതൽ 1946 വരെ. 1940 മുതൽ 1940 വരെ മൗലാന അബ്ദുൽ കലാം ആസാദാണ് സ്വാതന്ത്ര്യത്തിന് മുമ്പ് തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം INC പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി. സ്വാതന്ത്ര്യത്തിന് ശേഷം ഏറ്റവും കൂടുതൽ കാലം കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന ആരാണ്? സോണിയാഗാന്ധി. സ്വാതന്ത്ര്യത്തിനു ശേഷം ഏറ്റവും കൂടുതൽ കാലം കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടിരുന്നത് സോണിയാഗാന്ധി. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ കോൺഗ്രസ് സമ്മേളനത്തിന് വേദിയായത് എവിടെയാണ്? കൊൽക്കത്തയിൽ വെച്ചാണ് സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ കോൺഗ്രസ് സമ്മേളനങ്ങൾ അധ്യക്ഷത വഹിക്കപ്പെട്ടത്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഏറ്റവും കൂടുതൽ കോൺഗ്രസ് സമ്മേളനങ്ങൾ നടന്നത് ഏത് വേദിയിൽ വെച്ചാണ്? ന്യൂഡൽഹി. സ്വാതന്ത്ര്യത്തിനു ശേഷം ഏറ്റവും കൂടുതൽ സമ്മേളനങ്ങൾ നടന്നത് ന്യൂഡൽഹിയിൽ വെച്ചാണ്. INCയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആരാണ്? ആനി ബസന്റ്. വനിതാ പ്രസിഡന്റ് ആയത് ഏത് സമ്മേളനത്തിനാണ്? 1917 കൊൽക്കത്ത സമ്മേളനത്തിലാണ് ആനി ബസന്റ് ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആയത്. INCയുടെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? സരോജിനി നായിഡു. INCയുടെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത സരോജിനി നായിഡു. ഏത് സമ്മേളനത്തിലാണ്? 1925 കാൺപൂർ സമ്മേളനത്തിൽ. 1925 കാൺപൂർ സമ്മേളനത്തിൽ. INCയുടെ പ്രസിഡന്റായ മൂന്നാമത്തെ വനിത ആരാണ്? നെല്ലിസൺ ഗുപ്ത. 1933 നെല്ലിസൺ ഗുപ്ത. 1933 നെല്ലിസൺ ഗുപ്ത. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആരാണ്? ഇന്ദിരാഗാന്ധി. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആരാണ്? ഇന്ദിരാഗാന്ധി. 1959 മുതൽ വനിതകളെ കുറിച്ച് പറയുന്നതാണ്. വനിതകൾ ഈ ഒരു കാലഘട്ടത്തിലാണ്. 1917 ആദ്യത്തെ വനിതാ പ്രസിഡന്റ് വന്നു ആനി ബസന്റ്. പിന്നെ ആദ്യത്തെ ഇന്ത്യക്കാരിയായിട്ടുള്ള പ്രസിഡന്റ് ആരാണ്? സരോജിനി നായിഡു. 1917 വിദേശിയാണ് ആനി ബസന്റ്. ഇന്ത്യക്കാരിയായിട്ടുള്ളത് സരോജിനി നായിഡു. വിദേശിയായിട്ടുള്ള രണ്ടാമത്തെ വനിതയാണ് 1933 വന്ന നെല്ലിസൺ ഗുപ്ത. 1959 ഇന്ത്യക്കാരിയായിട്ടുള്ള രണ്ടാമത്തെ INC പ്രസിഡന്റ് ആരാണ്? ഇന്ദിരാഗാന്ധി. സ്വാതന്ത്ര്യാനന്തരം കൂടുതൽ കാലം തുടർച്ചയായി കോൺഗ്രസിന്റെ പ്രസിഡന്റായ വനിത സോണിയാഗാന്ധി. സ്വാതന്ത്ര്യത്തിനു ശേഷം ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്ന വനിത ആരാണ്? സോണിയാഗാന്ധി. വനിതയായത് 1998 മുതൽ 1998 മുതലാണ് സോണിയാഗാന്ധി പ്രസിഡന്റായത്. 1998 മുതൽ സോണിയാഗാന്ധി പ്രസിഡന്റായി. 1937 കോൺഗ്രസ് തിരഞ്ഞെടുപ്പിൽ നേതാജി പരാജയപ്പെടുത്തിയത് ആരാണ്? 1939 കോൺഗ്രസ് തിരഞ്ഞെടുപ്പിൽ നേതാജി പരാജയപ്പെടുത്തിയത് ആരാണ്? പട്ടാഭി സീതാരാമയ്യരെ പരാജയപ്പെടുത്തുകയാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് 1939 INC പ്രസിഡന്റ് ആയത്. 1939 നേതാജി രാജിവെച്ചതിനെ തുടർന്ന് INC പ്രസിഡന്റ് ആയത് രാജേന്ദ്ര പ്രസാദ്. 1939 നേതാജി സുഭാഷ് ചന്ദ്രബോസ് രാജിവെച്ചു. അതിനെ തുടർന്ന് ഒരാൾ പ്രസിഡന്റായി. ആരാണത്?
രാജേന്ദ്ര പ്രസാദ്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ INC പ്രസിഡന്റ് ആരായിരുന്നു? മൗലാന അബ്ദുൽ കലാം ആസാദ്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ INC പ്രസിഡന്റാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. ക്യാബിനറ്റ് മിഷനുമായി ചർച്ച നടത്തിയ കോൺഗ്രസ് പ്രസിഡന്റ് ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ്. ക്യാബിനറ്റ് മിഷനുമായി ചർച്ച നടത്തിയ കോൺഗ്രസ് പ്രസിഡന്റ് മൗലാന അബ്ദുൽ കലാം ആസാദ്. സോണിയാഗാന്ധിയുടെ യഥാർത്ഥ നാമം എന്താണ്? എഡ്വിൻ ആന്റണിയ ആൽബിന മെയ്നോ. എഡ്വിൻ ആന്റണിയ ആൽബിന മെയ്നോ. തുടർച്ചയായി 2 സമ്മേളനങ്ങളിൽ അധ്യക്ഷ സ്ഥാനം വഹിച്ചത് ഡോക്ടർ റാഷ് ബിഹാരി ബോസ്. തുടർച്ചയായി 2 സമ്മേളനങ്ങൾ അധ്യക്ഷ സ്ഥാനം വഹിച്ചത് റാഷ് ബിഹാരി ബോസ്. കോൺഗ്രസിന്റെ ശതാബ്ദി സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് രാജീവ് ഗാന്ധി. കോൺഗ്രസിന്റെ ശതാബ്ദി സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് രാജീവ് ഗാന്ധി. എന്നായിരുന്നു ശതാബ്ദി സമ്മേളനം? 1985. 1985. 1948 ജയ്പൂർ സമ്മേളനത്തിൽ കോൺഗ്രസിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? പട്ടാഭി സീതാരാം അയ്യർ. 1948 ജയ്പൂർ സമ്മേളനത്തിന്റെ കോൺഗ്രസ് അധ്യക്ഷൻ ആരായിരുന്നു? പട്ടാഭി സീതാരാം അയ്യർ. കോൺഗ്രസ് സമ്മേളനത്തിന്റെ ഔദ്യോഗിക ചിത്രകാരൻ എന്നറിയപ്പെടുന്ന ആരാണ്? പട്ടാഭി സീതാരാമ അയ്യർ. പട്ടാഭി സീതാരാമയ്യരുടെ പ്രധാന കൃതി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രം എന്ന കൃതി എഴുതിയത് ആരാണ്? പട്ടാഭി സീതാരാമ അയ്യർ. സോഷ്യലിസം കോൺഗ്രസിന്റെ ലക്ഷ്യമായി പ്രഖ്യാപിച്ചത് ഏത് സമ്മേളനമാണ്? 1955 ആവടി സമ്മേളനം. സോഷ്യലിസം കോൺഗ്രസിന്റെ ലക്ഷ്യമായ സമ്മേളനം 1955. ഏത് സമ്മേളനത്തിനാണ്? 1955 സമ്മേളനത്തിലാണ്. ആവടി സമ്മേളനത്തിന്റെ കോൺഗ്രസ് അധ്യക്ഷൻ ആരായിരുന്നു? UN ദബ്ബർ ആണ് ആവടി സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യത്തെ ദളിത് വംശജൻ ആരായിരുന്നു? N സഞ്ജീവയ്യ. കോൺഗ്രസ് സമ്മേളനത്തിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ആദ്യത്തെ ദളിത് വംശജനാണ് N സഞ്ജീവ അയ്യ. താങ്ക് യു.